പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2ാം സെമസ്റ്ററിലെ പ്രാചീന മധ്യകാല കവിതാ സാഹിത്യം എന്ന പേപ്പറിലെ ജ്ഞാനപ്പാന എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലെ പോലെ കേരളത്തിലും ആധ്യാത്മിക നവോത്ഥാനത്തിൻ്റെ കാലഘട്ടമായിരുന്നു 16-17 നൂറ്റാണ്ടുകൾ. ധാർമ്മികമായ അപജയത്തിൽ നിന്നും സമൂഹത്തെ മോചിപ്പിക്കേണ്ട ബാധ്യത നിറവേറ്റിയവരാണ് കവികൾ. ഇതിന് നേതൃത്വം നൽകിയത് എഴുത്തച്ഛനാണ്. സാധാരണ ജനങ്ങളെ ധർമ്മത്തിൻ്റെ മാർഗത്തിലേക്ക് നയിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗം ഭക്തിയാണെന്ന് കവികൾ തിരിച്ചറിഞ്ഞു. എഴുത്തച്ഛൻ കിളിപ്പാട്ടിലൂടെ അതിന് തുടക്കമിടുകയും അദ്ദേഹത്തിൻ്റെ പാത മറ്റുള്ളവർ പിന്തുടരുകയും ചെയ്തു. മലയാളത്തിലെ ഭക്തകവികളിൽ ശ്രദ്ധേയനായിരുന്നു പൂന്താനം നമ്പൂതിരി. ഭാഷാ പരിജ്ഞാനമുള്ളവർ ഭക്തിമാർഗം എന്ന നിലയിൽ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് കൃതികൾ സ്വീകരിച്ചു. സംസ്കൃത പണ്ഡിതനും കവിയുമായ മേൽപ്പത്തൂരിൻ്റെ കൃതികളും ഭക്തിസാന്ദ്രമായിരുന്നു. അതുപക്ഷേ പണ്ഡിതന്മാർക്ക് മാത്രം സ്വീകാര്യമായ ഒന്നായിരുന്നു. നിരക്ഷരരായ ബഹുഭൂരിപക്ഷം വരുന്ന ജനത അപ്പോഴും പടിക്ക് പുറത്തായിരുന്നു. ഈയൊരു പശ്ചാത്തലത്തിലാണ് മേൽപ്പത്തൂരിൻ്റെ സമകാലികനായി പൂന്താനം കടന്നു വരുന്നത്. നിരക്ഷരർക്ക് പോലും അനായാസമായി ഉൾക്കൊള്ളാനാവുന്ന പച്ച മലയാളത്തിൽ അദ്ദേഹം കാവ്യരചന നടത്തി. അതിലൂടെ എല്ലാ ജനവിഭാഗങ്ങളും ഭക്തി മാർഗേണ സഞ്ചരിച്ചു. തെക്കേ മലബാറിലെ വള്ളുവനാടിലെ പൂന്താനം ഇല്ലത്താണ് അദ്ദേഹം ജനിച്ചത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്തുള്ള കീഴാറ്റൂർ എന്നാണ് സ്ഥലനാമം. നമ്മുടെ പ്രാചീന കവികളുടെ പേരുകൾ അജ്ഞാതങ്ങളാണതുപോലെ ഈ കവിയുടെ പേരും നമുക്ക് അറിവില്ല. 1547 1640 ഇടയിലാണ് പൂന്താനത്തിൻ്റെ ജീവിതകാലമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. മേൽപ്പത്തൂരിനെയും പൂന്താനത്തെയും സംബന്ധിച്ച് ഒട്ടേറെ ഐതിഹ്യങ്ങൾ നിലവിലുണ്ടായിരുന്നു. മേൽപ്പത്തൂർ പാണ്ഡിത്യം കൊണ്ടും പൂന്താനം സംശുദ്ധമായ ഭക്തി കൊണ്ടും സമ്പന്നരായിരുന്നു. രണ്ടുപേരും ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരുമായിരുന്നു. പൂന്താനത്തിൻ്റെ കൃതികളിൽ നിന്ന് ഒരു നീലകണ്ഠ നമ്പൂതിരിയാണ് കവിയുടെ ഗുരു എന്ന് വ്യക്തമാകുന്നുണ്ട്. പക്ഷേ കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. സംസ്കൃതം, മലയാളം, തമിഴ് എന്നീ ഭാഷകളിലായി 26ഓളം കൃതികൾ പൂന്താനത്തിൻ്റെതായി കണക്കാക്കപ്പെടുന്നു. ജ്ഞാനപ്പാന, സന്താനഗോപാലം പാന അഥവാ കുമാരഹരണം പാന, ഭാഷാകർണാമൃതം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. പാർത്ഥസാരഥി സ്തവം, ഘനസംഘം, നാരായണീയ കീർത്തനങ്ങൾ, ആനന്ദ നൃത്തം, ശ്രീരാമ കീർത്തനം മുതലായ സ്തോത്ര കൃതികളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പാന എന്ന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ സൃഷ്ടികർത്താവാണ് പൂന്താനം എന്ന് പറയപ്പെടുന്നു. പണ്ടുകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന പാനപ്പാട്ടിൻ്റെ ഈണം ഭക്തിഭാവത്തിന് യോജിച്ചതാണ് എന്ന് മനസ്സിലാക്കിയ കവി തൻ്റെ ഭക്തിഗാനങ്ങൾക്ക് പാനപ്പാട്ടിൻ്റെ സർപ്പിണി എന്ന വൃത്തം സ്വീകരിക്കുകയും പാനയെ ഒരു പ്രസ്ഥാനമാക്കി വളർത്തുകയും ചെയ്തു. ചുരുക്കത്തിൽ നമ്മുടെ കീർത്തന സാഹിത്യത്തിൻ്റെ കീർത്തി പതാകയാണ് പൂന്താനം. പൂന്താനം കൃതികളിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായ ഭക്തി ദാർശനിക കാവ്യമാണ് ജ്ഞാനപ്പാന. തൻ്റെ ഏകപുത്രൻ അപമൃത്യുവിന് ഇരയായപ്പോൾ ഉണ്ടായ തീവ്ര ദുഃഖത്തിൽ നിന്നും ഉറവെടുത്ത കൃതിയാണ് ജ്ഞാനപ്പാന. ഗഹനങ്ങളായ ആധ്യാത്മിക തത്വങ്ങളെ അതിലളിതമായ ഭാഷയിൽ ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. ആകെ 362 വരികളുള്ള ഒരു ലഘു കാവ്യമാണിത്. ഭക്തിയുടെ പ്രഭാവം മാത്രമല്ല, സമകാലിക സാമൂഹിക ജീവിതത്തിലെ ജീർണ മുഖത്തെയും കവി വെളിപ്പെടുത്തുന്നുണ്ട്. ജ്ഞാനപ്പാന എന്ന പേരുണ്ടെങ്കിലും ജ്ഞാനത്തേക്കാൾ മികച്ചു നിൽക്കുന്നത് അതിലെ ഭക്തി തന്നെയാണ്. ജീവിതത്തിലെ സമസ്യകളിൽപ്പെട്ട് ഉഴലുന്നവർക്കുള്ള ഒരു മാർഗദർശനമാണ് ഈ കാവ്യം. സംസാരത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ചും മനുഷ്യജന്മത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും പുനർജന്മ വിശ്വാസങ്ങളെ സംബന്ധിച്ചും വിശദമായി ഈ കവിതയിൽ പ്രതിപാദിക്കുന്നു. കലിയുഗത്തിലെ ധാർമ്മികമായ അധപ്പതനത്തിൻ്റെ നഗ്നമായ ചിത്രണമാണ് ജ്ഞാനപ്പാന. സമകാലിക ജീവിതത്തിന് നേരെയുള്ള
വിമർശനാത്മകമായ സമീപനത്തിലൂടെ കവി സമൂഹത്തിന് മാർഗദർശിയാകുന്നു. ജീർണജീവിതം നയിക്കുന്ന പ്രഭുക്കന്മാർ നാണംകെട്ട എന്തു പണിയും ചെയ്ത് സ്ഥാനമാനങ്ങൾ നേടാൻ ശ്രമിക്കുന്നവർ, അഭിസാരികമാരുടെ വീടിന് കാവൽക്കാരായി മാറുന്നവർ, ഈശ്വരഭജനം വയറ്റിപ്പിടപ്പാക്കി മാറ്റിയവർ, സേവകവേഷത്തിൽ അഴിഞ്ഞാടുന്നവർ, ബ്രാഹ്മണ്യത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുന്നവർ, ധനമോഹികൾ, വിദ്യയെ സംസ്കാരമായി തിരിച്ചറിയാത്തവർ, ഇങ്ങനെ സമൂഹത്തിലെ ദുർനടപ്പുകാരെയെല്ലാം കാവ്യത്തിൽ വിമർശന വിധേയമാക്കുന്നുണ്ട്. ലൗകിക മനുഷ്യരെ ഭക്തിയിലേക്ക് വഴിതിരിച്ചുവിട്ട കൃതകൃത്യനായ കവിയായിരുന്നു പൂന്താനം. ജ്ഞാനപ്പാനയെപ്പോലെ ഒരു മികച്ച ഭക്തികാവ്യം മലയാളത്തിൽ അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഭാരതീയ ഭാഷകളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് കലിയുഗമാണ്. ധാർമ്മികതയും ഈശ്വരചിന്തയും മനുഷ്യരിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. എല്ലാവരും സ്വാർത്ഥരായി തീർന്നിരിക്കുന്നു. മനുഷ്യൻ്റെ സ്വാർത്ഥതയുടെയും താൻപോരിമയുടെയും ജീർണമായ ജീവിതചര്യകളുടെയും വർത്തമാനത്തെ കവി വിമർശന വിധേയമാക്കുന്നു. യുഗം നാലിലും നല്ലു കലിയുഗം, സുഖമേതൊന്നു മുക്തി വരുത്തുവാൻ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യത്നമറിഞ്ഞാലും. കലിയുഗത്തിൽ മോക്ഷം ലഭിക്കുന്നതിനുള്ള ഏകമാർഗം ഭഗവത് നാമ സങ്കീർത്തനമാണ്. മറ്റ് 13 ലോകങ്ങളിലും 6 ദ്വീപുകളിലും 8 ഖണ്ഡങ്ങളിലും 3 യുഗങ്ങളിലും ഉള്ളവരെല്ലാം തങ്ങൾക്ക് മോക്ഷം സാധ്യമല്ലാത്തതുകൊണ്ട് ഭാരതഖണ്ഡത്തെ ആദരവോടെ വണങ്ങുകയാണ്. ഭാരതഖണ്ഡത്തിൽ വന്ന് ഒരു പുല്ലായി ജനിക്കാൻ പോലുള്ള ഭാഗ്യമില്ലാത്തതിനാൽ അവർ ദൈവത്തോട് ഖേദിക്കുന്നു എന്ന് മാത്രമല്ല, കലിയുഗത്തിൽ ഭാരതഖണ്ഡത്തിൽ പിറന്ന മനുഷ്യരെയും കലിയെയും ഇവർ നമസ്കരിക്കുക കൂടി ചെയ്യുന്നു. കലിയുഗത്തിൽ മോക്ഷ സാധകമായ തിരു സങ്കീർത്തനത്തിനുള്ള പ്രസക്തിയും മഹാത്മ്യവും അതിശയോക്തിപരമായി സൂചിപ്പിക്കുകയാണിവിടെ. ഭാരതഖണ്ഡത്തിൽ ഇത് കലിയുഗമാണ്. മനുഷ്യരെല്ലാം ഈ യാഥാർത്ഥ്യം മനസ്സിൽ കരുതി ഹരിനാമ കീർത്തനങ്ങൾ മുഴുകി കഴിയുകയാണ് വേണ്ടത്. എന്നാൽ ഹരിനാമ സ്മരണ പോലുമില്ലാതെ, നരക ഭയമില്ലാതെ മനുഷ്യജന്മം ഭൗതിക സുഖങ്ങളിലും കർമ്മങ്ങളിലും ബന്ധിക്കപ്പെട്ട് പാഴായി ജീവിച്ചു തീർക്കുകയാണ്. വളരെയേറെ പണിപ്പെട്ടും പരിണാമത്തിൻ്റെ പടവുകൾ കടന്നുമാണ് മനുഷ്യജന്മം ലഭിക്കുന്നത്. എത്രയോ ജന്മങ്ങൾ ജലത്തിലും മലത്തിലും മണ്ണിലും കഴിയുന്നു. മരങ്ങളായും മൃഗങ്ങളായും പുഴുക്കളായുമൊക്കെയുള്ള ജന്മാന്തരങ്ങൾക്കൊടുവിലാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ മനുഷ്യനായി രൂപം കൊള്ളുന്നത്. 10 മാസം മാതൃഗർഭത്തിൽ കഴിയുന്നു. പിന്നീടുള്ള 12 കാലമാകട്ടെ അജ്ഞതയുടെയും അവിവേകത്തിൻ്റെയും ഒപ്പം ആശ്രയിത്വത്തിൻ്റെ ബാല്യമാണ്. പിന്നീടുള്ള കാലമാകട്ടെ സ്വയം ആരെന്നറിയാതെ സ്വാഭിമാനത്തോടെ മനുഷ്യർ ജീവിക്കുന്നു. മരണം എപ്പോഴാണ് കടന്നു വരിക എന്നൊരിക്കലും അവനറിയുന്നില്ല. നീർപ്പോള പോലെയുള്ള ഈ ദേഹത്തിൻ്റെ വീർപ്പ് മനുഷ്യൻ നനച്ചിരിക്കാതെ നേർത്ത് പോകുന്നു. ആ അന്തിമവേളയിൽ മാത്രം കീർത്തിക്കാനുള്ളതല്ല ഈശ്വരനാമങ്ങൾ. ഈശ്വരനേക്കാൾ മുകളിൽ അവർ ധനത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സ്വന്തം കുലത്തിൻ്റെ പാരമ്പര്യത്തെ മറന്ന് ധൂർത്തരായി ധനമോഹികളായി ആളുകൾ നശിച്ചു പോവുകയാണ്. ധനം എത്ര സമ്പാദിച്ചാലും ആളുകൾക്ക് തൃപ്തിയാവുന്നില്ല. 10 കിട്ടിയാൽ 100 വേണമെന്നും, 100 കിട്ടിയാൽ 1000 വേണമെന്നും, 1000 കിട്ടിയാൽ 10000 വേണമെന്നുമാണ് ആഗ്രഹിക്കുന്നത്. ഈ ആശയാകുന്ന പാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ കെട്ടുപാടുകളിൽ പിണഞ്ഞു പോവുകയാണ് മർത്യജീവിതം. നല്ല മനുഷ്യർ ആവശ്യത്തിനു വേണ്ടി ഇരുന്നാൽ പോലും അല്പം പോലും നൽകാത്ത ദുഷ്ടന്മാരുണ്ട്. മരണസമയത്ത് ഉടുതുണി പോലും കൊണ്ടുപോകാൻ കഴിയില്ലെന്നും അവർ അറിയുന്നതേയില്ല. പശ്ചാത്താപം എന്നത് ആളുകൾക്ക് തീരെയില്ല. അവർ നിരന്തരം വിശ്വാസവഞ്ചന കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലുള്ള സജ്ജനങ്ങളാവട്ടെ സത്യം ബ്രഹ്മവും ബ്രഹ്മം സത്യവുമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻമാരായി നടിക്കുന്നതു ചിലർ. കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. വിദ്യ കൊണ്ട് അറിയേണ്ടത് അറിയാതെ
ചിലർ വിദ്വാൻമാരായി നടക്കുകയാണ്. അത് കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുന്ന കഴുതയെ പോലെയാണ്. മനുഷ്യൻ ഇങ്ങനെ അധാർമികനാവാനുള്ള കാരണം തൃഷ്ണയാണ്. അമിതമായ ആഗ്രഹങ്ങളിൽ അഭിരമിച്ചതുകൊണ്ടാണ്. ഓരോ ദിവസം കഴിയും തോറും മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞു വരികയാണ്. അതനുസരിച്ച് മോഹവും വർദ്ധിക്കുന്നു. ഓണം വന്നു, വിഷു കഴിഞ്ഞു, തിരുവാതിര വന്നില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചു കൊണ്ടേയിരിക്കുന്നു. കുംഭമാസത്തിലെ അശ്വതി നാളിലാണ് എൻ്റെ ജന്മനക്ഷത്രമെന്നും വൃശ്ചിക മാസത്തിൽ ഒരു ശ്രാദ്ധമുണ്ടെന്നും ഇന്നത്തെ കാലത്ത് ഒരു സദ്യ സംഘടിപ്പിക്കുന്നത് അത്ര എളുപ്പമല്ലെന്നും അവർ കരുതുന്നു. ഭാര്യ പ്രസവിച്ച് ഒരു ഉണ്ണിയുണ്ടായി, ആ ഉണ്ണിയെ വേലി കഴിപ്പിച്ച് അതിലൊരു ഉണ്ണിയുണ്ടായി കാണണമെന്നും തൻ്റെ കാൽ കീഴിലുള്ള ഭൂമിയുടെ കാണം തനിക്കൊരിക്കലും നഷ്ടപ്പെടരുത് എന്നും അവ അന്യനിലേക്ക് എത്തിച്ചേരരുതെന്നും ചിന്തിച്ച് അങ്ങനെ മുഴുകി ഇരിക്കുമ്പോഴേക്കും അവൻ്റെ ആയുസ്സൊടുങ്ങുന്നു. ഇത്തതമോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ എന്ന ജീവിത യാഥാർത്ഥ്യം പ്രാർത്ഥനാപൂർവം അനുവാചക ഹൃദയത്തിലേക്ക് പ്രവഹിപ്പിച്ച പൂന്താനത്തിൻ്റെ കവിത മലയാള കവിതയുടെ മറ്റൊരു ജനകീയ മുഖമായിരുന്നു. ജനിക്കുന്ന സമയത്ത് നാം ഒരുമിച്ചല്ല, മരിക്കുന്നതും ഒരുമിച്ചല്ല. ജനന മരണങ്ങൾക്കിടയിലുള്ള ഈ അല്പജീവിതകാലത്ത് നമ്മൾ എന്തിനാണ് വെറുതെ പരസ്പരം മത്സരിക്കുന്നത്? മത്സരങ്ങളുടെ നിരർത്ഥകതയെ ബോധ്യപ്പെടുത്തുകയാണ് കവി. ആദ്യഘട്ടത്തിൽ സമൂഹത്തിന് പല വിധത്തിലുള്ള അധർമ്മ ചിത്രങ്ങളെ പ്രദർശിപ്പിച്ച് ചിന്തിക്കാൻ പ്രേരണ നൽകി പിന്നീട് മോക്ഷപ്രാപ്തിയിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്ന രീതിയിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. ആധ്യാത്മിക ബോധനത്തിൻ്റെ മഹനീയ മാതൃകയായി ജ്ഞാനപ്പാനയെ കരുതാം. കറകളഞ്ഞ തനി മലയാളത്തിൻ്റെ മർമ്മം കണ്ടറിഞ്ഞ മഹാകവികൾ കൃഷ്ണകഥാകാരൻ, കുഞ്ചൻ നമ്പ്യാർ, പൂന്താനം എന്നീ മൂന്ന് പേർ മാത്രമുള്ളൂ എന്ന ഉള്ളൂരിൻ്റെ പ്രസ്താവന തികച്ചും അർത്ഥവത്താണ്. ദൈനംദിന ജീവിതത്തിൽ സാധാരണ സംഭാഷണ ഭാഷ തന്നെ സുന്ദരമായ കാവ്യശൈലിയായി പൂന്താനം കൃതികളിൽ പ്രത്യക്ഷമാകുന്നുണ്ട്. പ്രതിപാദ്യ വിഷയം ആസ്വാദ ഹൃദയത്തിൽ ആഴത്തിൽ പതിയത്തക്ക വിധം ഋജുവും ലളിതവുമായിട്ടാണ് പൂന്താനം കവിതകളിൽ കാണാൻ കഴിയുന്നത്. ഗഹനമായ തത്വചിന്ത അവതരിപ്പിക്കുമ്പോൾ പോലും പൂന്താനത്തിൻ്റെ കാവ്യഭാഷ ലാളിത്യം കൈവിടുന്നില്ല. കൃത്രിമമായ അലങ്കാര പ്രയോഗങ്ങളോ ചമൽക്കാരത്തിന് വേണ്ടിയുള്ള ചമൽക്കാരങ്ങളോ അവിടെയില്ല. പകരം ഔചിത്യത്തോടെ ഉപയോഗിക്കുന്ന നാടൻ ശൈലികൾ, സന്ദർഭത്തിന് അനുസരിച്ച ഗ്രാമ്യ ശൈലികൾ എന്നിവ ഇതിവൃത്തത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് മണിപ്രവാളത്തോടല്ല പച്ച മലയാളത്തോടാണ് പൂന്താനത്തിൻ്റെ ഭാഷ കടപ്പെട്ടിരിക്കുന്നത്. ജ്ഞാനപ്പാനയിൽ ഇടയ്ക്കിടെ ചില അർത്ഥാലങ്കാരങ്ങളും പ്രാസാനുപ്രാസങ്ങളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെയെങ്ങും കൃത്രിമത്വം അനുഭവപ്പെടുന്നില്ല എന്നു മാത്രമല്ല, അവ നിത്യപരിചയമുള്ള വസ്തുക്കളും വസ്തുതകളും ഉപയോഗിച്ചുള്ളതാകയാൽ ഇവ സ്വാഭാവികമായും അനുഭവ മൂല്യമുള്ളതായി തോന്നുകയും ചെയ്യുന്നു. അറിവുകൊണ്ട് ആത്മജ്ഞാനം നേടാത്തവരെ കുങ്കുമം ചുമക്കുന്ന കഴുതകളായി ചിത്രീകരിക്കുന്നതും ആനന്ദ സ്വരൂപമായ മോക്ഷം ആഗ്രഹിക്കാതെ ധനാശമുഴത്ത് ജീവിക്കുന്നതിനെ മധ്യാഹ്ന സൂര്യൻ ജ്വലിക്കുമ്പോൾ മിന്നാമിന്നിങ്ങിനെ തേടുന്നതിനോട് മുമ്പിക്കുന്നതും മറ്റും ഉദാഹരണങ്ങളാണ്. കാവ്യ ശരീരത്തിനങ്ങുന്ന ലഘുഭൂഷണങ്ങളാണ് പൂന്താനത്തിൻ്റെ കവിതയിലെ അലങ്കാരങ്ങൾ. ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതും കേട്ടോ.